പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അതിന് നമ്മൾ നമ്മുടെ ചേന, മീൻകറി, പിന്നെ കാന്താരിമുളക് അരച്ചതും ഇത് കൂട്ടിയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ പ്രീത ചേച്ചി, പ്രീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേന എല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ, വയറ്റിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല സാധനമാണ്. ഒത്തിരി ഫൈബർ അടങ്ങിയതാണ് നമ്മുടെ ചേനയിൽ. അപ്പോൾ അത് ചേന നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിനിച്ചിരി ഉപ്പ് ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിക്കണം. അതിനുവെച്ചാൽ ചില ചേന വേഗം പാടുള്ളതുകൊണ്ടാണ് എണ്ണ ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ചിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വെച്ച് നമ്മൾ കുക്കറിൽ വേവിക്കുക. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിയ മീനാണ്. അപ്പോൾ നിങ്ങളൊക്കെ മീൻ മേടിച്ച് കഴിഞ്ഞാൽ തലേദിവസം വെച്ച് കഴിഞ്ഞാൽ മീൻ നമുക്ക് വിട്ട് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ അതിന് വേണ്ടിയൊരു ട്രിക്കുണ്ട്. ആ മീൻ നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഇങ്ങനെ അടപ്പ് വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വിടിയിച്ച് കിട്ടും. ഇതുണ്ടോ, ആ പേപ്പർ ഇങ്ങനെ പൊളിച്ച് കഴിയുമ്പോഴത്തേനും, അപ്പോൾ അല്ലെങ്കിൽ നമ്മളത് കൊണ്ട് വെള്ളത്തിലിട്ട് വെള്ളം എടുത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വിട്ട് കിട്ടും. അത് കഴിയുമ്പോൾ ഇത് നമുക്ക് എന്നിട്ട് എടുത്ത് ഒന്നൊരു മീൻകറി വയ്ക്കാം. എന്ന് പറയുന്നത് പുളി ചേർക്കാത്ത മീൻകറിയാണ് ഞാൻ ഇപ്രാവശ്യം വെക്കുന്നത്. ഞങ്ങൾ കോട്ടയം ജില്ലക്കാരൊക്കെ കുടംപുള്ളിയുടെ ആൾക്കാരാണ്. പക്ഷേ എന്നാലും ഇന്ന് ഞാൻ തൈര് ചേർത്തിട്ട് ഒരു മീൻകറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ല പെട്ടെന്ന് നമുക്ക് ഓരോന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര സമയം വെള്ളത്തിലിട്ടാലാണ് നമുക്ക് ഒന്ന് വിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. മീൻ മേടിച്ച് കഴിയുമ്പം ഇങ്ങനെ മീൻ വെട്ടിയിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുക, രാവിലെ എടുക്കുക. അതിന് വേണ്ടി ചേരുവയാണ് മീനുള്ളതാണ് തേങ്ങ, ഇഞ്ചി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്ര നമ്മൾ അരയ്ക്കണം. മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കണു. അതിൻ്റെ കൂടോട്ട് നമ്മൾ ഒരു തക്കാളി കണ്ടിച്ചും കൂടി ഇടും കേട്ടോ. തക്കാളി കണ്ടിച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മീൻ ഓരോന്ന് പിറക്കിയിടുന്നു. പിന്നെ നമ്മൾ നന്നായി ഒത്തിരി സമയം നമ്മൾ പച്ചമീനല്ലേ തിളപ്പിക്കേണ്ട, ഒന്ന് വെന്താൽ മതി, ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉലുവയാണ് കടുക് പൊട്ടിക്കുന്നത്. എപ്പോഴും ഇതിപ്പോൾ തൈര് ഒഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചാൽ മതി. അത് അപ്പോൾ പുളി ആവശ്യത്തിന്, കറി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചോണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കടുക് വറുക്കുന്ന കൂടെ ഉലുവ പൊടി ചേർക്കുവാണെങ്കിൽ അത് മതി. ഇപ്പം ഞാനിന്ന് കടുകിൻ്റെ കൂടെ ഞാൻ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കണ്ടോ ഉലുവ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി ഇടുക, മുളക് ഇടുക. വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി കേട്ടോ, സോറി കേട്ടോ, എൻ്റെ അറിവില്ലായ്മ കണ്ട. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒഴിച്ചാൽ നല്ല ഭംഗിയും കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അതിനെ കറിയുടെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒഴിച്ച് മീൻകറി നമ്മൾ സെറ്റാക്കി. ഇനി നമ്മുടെ ചേന വേവിച്ച് വെച്ചതിലേക്ക് നമ്മൾ തേങ്ങ ചിരണ്ടി ഇടണം. തേങ്ങ ചിരണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരുടെയും നാട്ടിൽ എങ്ങനെയാണ് ചേന തിന്നുന്നത് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് അതും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ കാന്താരിമുളക്, ഇവിടെ ഹസ്ബൻഡിന് എപ്പോഴും മീൻകറീനേക്കാളും ഇഷ്ടം കാന്താരിമുളകാണ്. ആ കാന്താരിമുളകും കൂട്ടിയാണ് ഞങ്ങൾ ചേന തിന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.